നമുക്കിടയിൽ അപ്രത്യക്ഷമാകുന്നവരുടെ എണ്ണം ഒട്ടും ചെറുതല്ല അല്ലേ? നമുക്കറിയാം, കേരളത്തിൽ തന്നെ രാഹുലും ജസ്നയും ദിയ ഫാത്തിമയും ഒക്കെ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ തന്നെയാണ്. അവരെവിടെയാണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയാതെ ഓരോ ദിവസവും അവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന അവരുടെ കുടുംബം, അങ്ങനെ എത്രയോ ആളുകൾ. പക്ഷേ അവരെ ഒന്നും കാണാതാവുമ്പോൾ ആരും സാക്ഷികളായിട്ട് ഉണ്ടായിരുന്നില്ല. എന്നാൽ ആളുകൾ നോക്കി നിൽക്കെ അപ്രത്യക്ഷനായി പോയ ഒരു വ്യക്തിയുടെ യഥാർത്ഥ കഥയാണ് ഇന്ന് പറയുന്നത്. വെൽക്കം ടു ദി വേൾഡ് ഓഫ് സൂപ്പർ ടോപ്പിക്സ്. നിഗൂഢതകളും അത്ഭുതങ്ങളും വിജയം കൈവരിച്ച മഹത് വ്യക്തികളുടെ അനുഭവ കഥകളും നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടോ? എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. 1854 അലബാമയിലെ സെൽമ എന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ സംഭവിച്ച വളരെ വിചിത്രമായി തോന്നിപ്പിക്കുന്ന ഒരു സംഭവം. മനോഹരമായ ഗ്രാമമായിരുന്നു സെൽമ. വലിയ പാടങ്ങളും മണ്ണുവഴികളും ചെറിയ കുടിലുകളും മുറ്റം നിറയെ കുതിരകളും കോഴികളും, അങ്ങനെ മനോഹരമായ ഒരു കൊച്ചു ഗ്രാമം. എല്ലാ ഗ്രാമവാസികളും പരസ്പരം സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും ജീവിച്ചിരുന്ന ഒരു കൊച്ചു ഗ്രാമം. ഓറിയൻ വില്യംസൺ ഒരു സാധാരണ കർഷകനായിരുന്നു. ഭാര്യയും മകനുമൊത്തു സെൽമ ഗ്രാമത്തിലെ ഒരു പാടത്തിനരികിലായിരുന്നു അദ്ദേഹത്തിന്റെ താമസം. അന്ന് ജൂലൈ മാസത്തിലെ നല്ല ചൂടുള്ള ഒരു ദിവസം ഉച്ച സമയം വില്യംസണും കുടുംബവും കാറ്റുകൊള്ളുന്നതിനായി വീടിന്റെ മുറ്റത്ത് വിശ്രമിക്കുകയായിരുന്നു. അവിടെ ഇരുന്നാൽ പച്ച പുതച്ചു നിൽക്കുന്ന പാടവും മേഞ്ഞു നടക്കുന്ന കുതിരകളും പച്ച പുല്ല് തഴുകി വരുന്ന ഇളം കാറ്റും, അങ്ങനെ വളരെ മനോഹരമായ ആ ഒരു ഉച്ച സമയം വില്യംസണും ഭാര്യയും മകനും കൂടി ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ സമയമാണ് പാടത്തിനപ്പുറത്ത് കൃഷിയിടത്തിലെ പണിക്കാരനായ ആൻഡ്രൂ കുതിരകൾക്ക് തീറ്റി കൊടുക്കുന്നത് കണ്ടത്. അപ്പോഴാണ് വില്യംസൺ ഒരു കാര്യം ഓർമ്മ വന്നത്. അത് പറയാനായി അയാൾ ആൻഡ്രൂവിന്റെ അടുത്തേക്ക് നടന്നു തുടങ്ങി. അപ്പോഴാണ് വില്യംസന്റെ അയൽവാസിയായ ആർമർ വ്രെന്നും മകനും ആ വഴി കാളവണ്ടിയിൽ വന്നത്. അവർ വില്യംസനെ കണ്ടപ്പോൾ കൈവീശി കാണിച്ചു. അയാളും തിരികെ അതുപോലെ തന്നെ കൈവീശി. കാൽമുട്ടോളം വളർന്നു നിൽക്കുന്ന പുല്ലിലൂടെ അയാൾ അങ്ങനെ നടന്നു നീങ്ങി. അടുത്ത നിമിഷം സംഭവിച്ചത് വളരെ പേടിപ്പിക്കുന്ന സംഭവമായിരുന്നു. കൈവീശി കാണിച്ച് നടന്ന വില്യംസൺ ഇപ്പോൾ അനന്തതയിലേക്ക് അപ്രത്യക്ഷനായിരിക്കുന്നു. വില്യംസനെ എവിടെയും കാണുന്നില്ല. ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന വില്യംസന്റെ ഭാര്യയും മകനും ഓടി വന്നു. അവർ ഉറക്കെ കരയാൻ തുടങ്ങി. വില്യംസൺ എവിടെയുമില്ല. അയൽവാസികളൊക്കെ ഓടിക്കൂടി അവർ അന്വേഷണം തുടങ്ങി. പക്ഷെ വില്യംസൺ എവിടെ പോയെന്ന് ആർക്കും മനസ്സിലായില്ല. പോലീസ് സംഭവ സ്ഥലത്തെത്തി മുഴുവൻ പരിശോധനയും നടത്തി. വില്യംസൺ അപ്രത്യക്ഷമായ സ്ഥലത്ത് പുല്ലുകൾ കരിഞ്ഞ നിലയിൽ കാണപ്പെട്ടു. പക്ഷെ വില്യംസൺ എങ്ങോട്ട് പോയെന്നുള്ള ചോദ്യം അപ്പോഴും ബാക്കി നിന്നു. ആയിരക്കണക്കിന് ആളുകൾ ദിവസങ്ങളോളം തിരച്ചിൽ നടത്തി. ജിയോളജിസ്റ്റുകൾ എത്തി. ഗർത്തങ്ങളോ ഗുഹകളോ കണ്ടെത്താനായി അവർ സ്ഥലമാകെ പരിശോധിച്ചു. പക്ഷെ യാതൊരു തെളിവുകളും ലഭിച്ചില്ല. പിന്നീട് 2 ആഴ്ചകളോളം വില്യംസന്റെ ഭാര്യയും മകനും അദ്ദേഹം അപ്രത്യക്ഷമായ അതേ സ്ഥലത്തു നിന്നും അദ്ദേഹത്തിന്റെ കരച്ചിൽ കേൾക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്നു. സഹായത്തിനു വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ നിലവിളി പതുക്കെ പതുക്കെ കേൾക്കാതെയായി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. വില്യംസൺ എവിടെയെന്നോ എങ്ങോട്ട് പോയെന്നോ ആർക്കും മനസ്സിലായില്ല. വില്യംസൺ അപ്രത്യക്ഷനായത് ഭാര്യയും മകനും അയൽവാസികളും നോക്കി നിൽക്കുമ്പോഴായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസിൽ മറ്റൊന്നും തിരയാൻ പോലീസിന് കഴിഞ്ഞില്ല. അദ്ദേഹത്തെ ആരും കൊന്നതോ ചതിച്ചതോ ഒന്നുമല്ല എന്നുള്ളതിന് സാക്ഷികളുണ്ട്. ജർമ്മൻ ശാസ്ത്രജ്ഞനായ മാക്സിമിലിയൻ ഹെർണിന്റെ അഭിപ്രായത്തിൽ വില്യംസൺ അപ്രത്യക്ഷമായതിൽ യൂണിവേഴ്സൽ എത്ര ആയിരിക്കാം കാരണമെന്നാണ്. അതായത് ഒരു സമയത്തിനുള്ളിൽ തന്നെ സാധാരണ മനുഷ്യൻ ഒരു അദൃശ്യ തലത്തിൽ പെട്ടുപോവുകയും പൂർണ്ണമായും ഇല്ലാതാവുകയും ചെയ്യും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. മറ്റൊരു ശാസ്ത്രജ്ഞൻ പറഞ്ഞത് ഇപ്രകാരമാണ്: വില്യംസൺ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പോട്ടിലേക്ക് വീണു പോയിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ അയാൾ മറ്റൊരു ലോകത്ത് എത്തിയിട്ടുണ്ടാവും. ഈ സമയത്ത് പലയിടങ്ങളിലും UFO കണ്ടതിനെ കുറിച്ചുള്ള വാർത്തകൾ പരക്കുന്നുണ്ടായിരുന്നു.
ഗ്രാമവാസികളിൽ പലരും UFO കണ്ടുവെന്നും ഏലിയനുകളെ കണ്ടുവെന്നും ഒക്കെ വാർത്തകൾ ഉണ്ടായിരുന്നു. ആളുകൾ വിശ്വസിച്ചത് വില്യംസനെ ഏലിയനുകൾ തട്ടിക്കൊണ്ടു പോയതായിരിക്കാം എന്നായിരുന്നു. മറ്റു ചില ഗ്രാമവാസികൾ പറഞ്ഞത് ഇത് സാത്താന്റെ പ്രവൃത്തിയാണ്, സാത്താനായിരിക്കും ഇതിന് പിന്നിലെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. പ്രസിദ്ധ അമേരിക്കൻ എഴുത്തുകാരനായ ആംബ്രോസ് ബിയേഴ്സിന്റെ ദ ഡിഫിക്കൽറ്റി ഓഫ് ക്രോസിംഗ് ദ ഫീൽഡ് എന്ന കഥ 1888 പ്രസിദ്ധീകരിച്ചപ്പോൾ ഈ ദുരൂഹതയെ ഒരു രചനയിലൂടെ അദ്ദേഹം ലോകത്തിന് മുന്നിൽ കൊണ്ടുവന്നു. സമാനമായ മറ്റൊരു കഥയും ഇതുപോലെ പറയപ്പെടുന്നുണ്ട്. 1914 വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ ആംബ്രോസ് ബിയേഴ്സ് എന്ന എഴുത്തുകാരനും കൊല്ലപ്പെട്ടു. ഇന്നും വില്യംസന്റെ അപ്രത്യക്ഷതയ്ക്ക് യാതൊരു ശാസ്ത്രീയമായ മറുപടിയും ലഭിച്ചിട്ടില്ല. ഒരു മനുഷ്യൻ തുറസായ വയലിൽ നിന്നും ആളുകൾ നോക്കി നിൽക്കെ അപ്രത്യക്ഷമാകുന്നത് എങ്ങനെ സാധ്യമാണ്? ഇത്തരം വിചിത്രങ്ങളായ കഥകൾ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക. താങ്ക്